വാർത്തകൾ ആരംഭിക്കുന്നു. അറിയാം കേരള സഭയുടെ സ്പന്ദനങ്ങൾ വേഗത്തിൽ. സമൂഹത്തിന്റെ നാനാവിധമായ മുറിവുകളും അവയുടെ കാരണങ്ങളും കണ്ടെത്തി പരിഹാരം കണ്ടെത്താൻ സഭയുടെ സാമൂഹ്യ പ്രവർത്തനത്തിന് സാധിക്കണമെന്നും ഈ രംഗത്ത് വൈദികരുടെ പങ്ക് ഏറെ പ്രധാനപ്പെട്ടതാണെന്നും ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് അഭിപ്രായപ്പെട്ടു. സമൂഹത്തിലാകെയും വിശിഷ്യ കാർഷിക മേഖലയിലും നിലനിൽക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് സമൂഹത്തെ രക്ഷിക്കാൻ നമുക്കാവണമെന്നും ഈ രംഗത്ത് പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ ഇടപെടൽ മഹത്തരമാണെന്നും ബിഷപ്പ് പറഞ്ഞു. പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ വജ്ര ജൂബിലിയോടനുബന്ധിച്ച് രൂപതയിലെ വൈദികർക്കായി സംഘടിപ്പിച്ച സാമൂഹ്യ ശാക്തീകരണ ശില്പശാല ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു ബിഷപ്പ്. അരുണാപുരം അൽഫോൻസിയൻ പാസ്റ്ററൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന ശില്പശാലയിൽ വികാരി ജനറൽ മോൺസിഞ്ഞർ സെബാസ്റ്റ്യൻ വീഥാനത്ത് അധ്യക്ഷത വഹിച്ചു. പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനവും ദൈവവചനത്തിന്റെ അഭിഷേകവും ഈ സമൂഹം മുഴുവനും നിറഞ്ഞു നിൽക്കണമെന്നും അതിലൂടെ സാഹോദര്യവും കൂട്ടായ്മയും സമൂഹത്തിൽ വർദ്ധിക്കണമെന്നും പാലക്കാട് രൂപതാധ്യക്ഷൻ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ ആഹ്വാനം ചെയ്തു. കാർഷിക മേഖലയായ പാലക്കാട് പ്രദേശത്ത് കാർഷിക അഭിവൃദ്ധിയും വന്യമൃഗ ശല്യത്തിൽ നിന്നുള്ള സംരക്ഷണവും ലഭിക്കാൻ ദൈവത്തിന്റെ അനുഗ്രഹം ചൊരിയപ്പെടട്ടെ എന്നും കൂട്ടിച്ചേർത്തു. പാലക്കാട് രൂപതയുടെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് ഫാദർ ഡൊമിനിക് വാളമനാൽ നയിക്കുന്ന ബൈബിൾ കൺവെൻഷൻ കൃപാഭിഷേകം 2024 പാലക്കാട് സെന്റ് റാഫേൽസ് കത്തീഡ്രൽ ദേവാലയ അങ്കണത്തിൽ തിരിതെളിച്ച് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അഭിമന്യ പിതാവ്. പാലക്കാട് രൂപതയുടെ മുൻ മെത്രാൻ മാർ ജേക്കബ് മനന്തോടത്ത് ബൈബിൾ പ്രതിഷ്ഠ നടത്തി. ജനറൽ കൺവീനർ ഫാദർ ജോഷി പുലുക്കോട്ടിൽ സ്വാഗതം ആശംസിച്ചു. വികാരി ജനറൽ മോൺസിഞ്ഞർ ജീജോ ചാലക്കൽ റോസമിസ്റ്റിക്ക മാതാവിന്റെ രൂപം വഹിച്ചുള്ള പ്രദക്ഷിണത്തിന് നേതൃത്വം നൽകി. സമാപന ദിവസമായ 19 ഞായറാഴ്ച ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടത്തപ്പെടുമെന്ന് രൂപത PRO അറിയിച്ചു. 138ാമത് ചങ്ങനാശ്ശേരി അതിരൂപത ദിനാഘോഷം 2024 മെയ് 20 തിങ്കൾ രാവിലെ 9:30 മുതൽ 1:30 വരെ കുറുമ്പനാടം സെയിന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിലെ മാർ ജോസഫ് പവത്തിൽ നഗറിൽ നടക്കും. കുറുമ്പനാടം ഫൊറോന ആതിഥ്യമരുളുന്ന അതിരൂപത ദിനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. കേരളത്തിലെ 5 ജില്ലകളിൽ 300ഓളം ഇടവകകളിലായി 80,000 കുടുംബങ്ങളിലെ 5 ലക്ഷത്തോളം വരുന്ന വിശ്വാസികളുടെ പ്രതിനിധികളും വൈദികരും സന്യസ്ത പ്രതിനിധികളും ഈ സംഗമത്തിൽ പങ്കെടുക്കും. അഭിമന്യ മാർ ജോസഫ് പെരുന്തോട്ടം മെത്രാപ്പൊലീത്തയുടെ അധ്യക്ഷതയിൽ ചേരുന്ന പൊതുസമ്മേളനം തിരുവനന്തപുരം ലത്തീൻ കത്തോലിക്ക അതിരൂപത മെത്രാപ്പൊലീത്ത ആർച്ച് ബിഷപ്പ് റൈറ്റ് റവറൻഡ് ഡോക്ടർ തോമസ് ജെ നെറ്റോ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഹോളി ഫാമിലി ഫ്രട്ടേണിറ്റി ലോഗോ പ്രകാശനവും ആർച്ച് ബിഷപ്പ് നിർവഹിക്കും. അഭിമന്യ മാർ തോമസ് തറയിൽ മെത്രാൻ സ്വാഗതം ആശംസിക്കും. അതിരൂപത ദിനത്തിൽ നൽകുന്ന പരമോന്നത ബഹുമതിയായ എക്സലൻസ് അവാർഡ് മാർ ജോസഫ് പെരുന്തോട്ടം മെത്രാപ്പൊലീത്ത പ്രഖ്യാപിക്കുകയും സമ്മാനിക്കുകയും ചെയ്യും. ദൈവിക സ്നേഹത്തിന്റെ വാഹകരാകുവാനും സാക്ഷ്യമുള്ള മാതൃകാ ജീവിതം നയിക്കുവാനും വൈദിക കുടുംബങ്ങൾക്ക് കഴിയണമെന്ന് പരിശുദ്ധ ബെസിലിയൂസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തിരുമേനി പ്രസ്താവിച്ചു. പരുമല സെമിനാരിയിൽ നടന്ന അഖില മലങ്കര മധ്യമേഖല വൈദിക കുടുംബ സംഗമവും അഖില മലങ്കര ബെസ്കിയാമ അസോസിയേഷൻ പ്രതിനിധി സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പരിശുദ്ധ കാതോലിക്ക ബാവ. അഖില മലങ്കര വൈദിക സംഘം പ്രസിഡന്റ് അഭിമന്യ ഡോക്ടർ മാത്യൂസ് മാർ തിമോത്തിയോസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. അഭിമന്യ കുര്യാക്കോസ് മാർ ക്ലീമിസ് വലിയ മെത്രാപ്പൊലീത്ത അനുഗ്രഹ പ്രഭാഷണം നിർവഹിച്ചു. വിവിധ ഭദ്രാസനങ്ങളിൽ നിന്നായി 600-ൽ പരം പ്രതിനിധികൾ യോഗത്തിൽ സംബന്ധിച്ചു. മെയ് 19 നടത്തുന്ന ദിവ്യകാരുണ്യ കോൺഗ്രസിന് മുന്നൊരുക്കമായി ദിവ്യകാരുണ്യ എക്സിബിഷൻ ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ പള്ളി അങ്കണത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ ഹൊസൂർ രൂപത മെത്രാൻ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ പൊഴലിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണുകാടൻ അധ്യക്ഷത വഹിച്ചു. വികാരി ജനറൽമാരായ മോൺസിഞ്ഞർ ജോസ് മാളിയക്കൽ, മോൺസിഞ്ഞർ വിൻസെന്റ് ഈരത്തറ, കത്തീഡ്രൽ വികാരി റവറൻഡ് ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ, ദിവ്യകാരുണ്യ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ കൺവീനർ റവറൻഡ് ഡോക്ടർ റിജോയ് പഴയാറ്റിൽ, ജോയിന്റ് കൺവീനർ ലിംസൺ ഊക്കൻ, ഫാദർ ലിജോ കരുത്തി, പബ്ലിസിറ്റി ജോയിന്റ് കൺവീനർ ടെൽസൺ കോട്ടോളി എന്നിവർ പ്രസംഗിച്ചു. ഫാദർ സെബാസ്റ്റ്യൻ ആരിക്കാട്ട്, ഫാദർ റെനിൽ കാരാത്ര, ഫാദർ ലിജോ കരുത്തി, ബിനോയ്, മനു എന്നിവരുടെ നേതൃത്വത്തിൽ മെയ് 15 മുതൽ 26 വരെയുള്ള ദിവസങ്ങളിൽ ദിവ്യകാരുണ്യ എക്സിബിഷൻ ഉണ്ടായിരിക്കും. പ്രവേശനം സൗജന്യമാണ്. കഴക്കൂട്ടം വൈദിക ജില്ലയിൽ കീഴുക്കുഴി സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക ഇടവകയ്ക്ക് വേണ്ടി പുതുതായി നിർമ്മിക്കുന്ന പള്ളിയുടെ പ്രധാന വിശുദ്ധ കുരിശ് സ്ഥാപനവും പ്രധാന വാതിൽ സ്ഥാപനവും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനും തിരുവനന്തപുരം മേജർ അതിഭദ്രാസനത്തിന്റെ അധ്യക്ഷനുമായ മോറാൻ മോർ ബെസേലിയോസ് കർദിനാൾ ക്ലീമിസ് കാതോലിക്ക ബാവ തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. തിരുവനന്തപുരം മേജർ അതിഭദ്രാസനത്തിന്റെ വികാരി ജനറൽമാരായ വന്യ വർക്കി ആറ്റുപുറത്ത് കോർ എപ്പിസ്കോപ്പ,
വന്നി തോമസ് കയ്യാലക്കലച്ചൻ, കഴക്കൂട്ടം ജില്ലാ വികാരി പെരിയ ബഹുമാനപ്പെട്ട ജോസഫ് വെൺമാനത്തച്ചൻ, ബഹുമാനപ്പെട്ട വൈദികർ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഇടവക അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ക്രമീകരണങ്ങൾക്ക് ഇടവക വികാരി ബഹുമാനപ്പെട്ട ജോബിൻ കറുകയിലച്ചൻ നേതൃത്വം നൽകി. കണ്ണിൽ കനിവും കരളിൽ കനലും കാലിൽ ചിറകുമുള്ള ക്രൈസ്തവ യുവത്വം എന്ന ആപ്തവാക്യം മുൻനിർത്തി KCYM മാമ്പള്ളി യൂണിറ്റ് യുവജന വർഷ ഉദ്ഘാടനവും കർമ്മ പദ്ധതി പ്രകാശനവും നടത്തി. മാമ്പള്ളി ഹോളി സ്പിരിറ്റ് ദേവാലയത്തിൽ നടന്ന സമ്മേളനത്തിൽ യൂണിറ്റ് കൗൺസിലർ ശ്രീ സാം സോളമൻ സ്വാഗതം അറിയിച്ചു. ഇടവക വികാരി ഫാദർ ജസ്റ്റിൻ ചൂടിൻ ആമുഖ പ്രഭാഷണം നടത്തി. അതിരൂപത KCYM പ്രസിഡന്റ് ശ്രീമാൻ സനു സാജൻ പടിയറയിൽ ഉദ്ഘാടന കർമ്മവും കർമ്മ പദ്ധതി പ്രകാശനവും നിർവഹിച്ചു. വർക്കല മേജർ റേവിയസ് അക്കാദമി പരിശീലനത്തിലൂടെ 2024 ഇന്ത്യൻ ആർമിയിൽ ജോലി ലഭിച്ച സാമുവൽ പോൾ, 2024 KCYM സംസ്ഥാന സെക്രട്ടറിയെ തിരഞ്ഞെടുക്കപ്പെട്ട മെറിൻ MS എന്നിവരെ സമ്മേളനത്തിൽ ആദരിച്ചു. ഇടവക തിരുനാളിനോടനുബന്ധിച്ച് നടത്തിയ അപരനു വേണ്ടി എന്ന പദ്ധതിയുടെ ഭാഗമായി മാമ്പിള്ളി ഇടവകയിലെ 50 പേർക്ക് ഇടവകയുടെ നേതൃത്വത്തിൽ ഭക്ഷണം കിറ്റ് വിതരണം ചെയ്തു. ഭക്തിയുടെ നേരനുഭവം സമ്മാനിച്ച് വിശ്വാസ വഴിയിൽ ആദ്യമായി നടത്തിയ പ്രത്യാശ പ്രദക്ഷിണം ശ്രദ്ധ നേടുന്നു. വൈപ്പിൻ പ്രത്യാശമാതാ ദേവാലയത്തിലാണ് മെയ് 12 ഞായറാഴ്ച പരിശുദ്ധ രൂപം വഹിച്ചുള്ള ബോട്ട് പ്രദക്ഷിണവും സമാന്തരമായി കരയിലൂടെ ഇടവക മക്കളുടെ പ്രദക്ഷിണവും നടത്തപ്പെട്ടത്. 1605 പോർച്ചുഗീസുകാർ പണി കഴിപ്പിച്ച കൊച്ചിയിലെ ഏറ്റവും പഴക്കമേറിയ പള്ളികളിലൊന്നായ പ്രത്യാശമാതാ ദേവാലയം കൊച്ചി രൂപതയുടെ ഭാഗമാണ്. പള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ കപ്പലിന്റെ നങ്കൂരമാണ് അൾത്താരയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. കടലുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവരാണ് വിശ്വാസികളിൽ ഏറെയും. അതിനാൽ തന്നെ ലോക മാതൃദിനത്തിൽ തങ്ങളെ കാത്തു പരിപാലിക്കുന്ന പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ഈ ബോട്ട് പ്രദക്ഷിണത്തിലൂടെ ഇടവക മക്കൾ സമ്മാനിച്ചത്. മാതാവിന്റെ വലിയ സംരക്ഷണത്തിന് സമർപ്പിച്ചുകൊണ്ട് നടത്തിയ പ്രത്യാശ പ്രദക്ഷിണത്തിൽ വിശ്വാസികളുടെ വലിയ പ്രവാഹം തന്നെയുണ്ടായിരുന്നു. മെയ് 8 ആരംഭിച്ച പ്രത്യാശ മാതാവിന്റെ തിരുനാൾ ബോട്ട് പ്രദക്ഷിണത്തോടെയാണ് സമാപിച്ചത്. പന്തക്കുസ്ത തിരുനാളിനൊരുക്കമായി കോട്ടയം കാത്തലിക് മൂവ്മെന്റിന്റെയും കരിസ്മാറ്റിക് സോണിന്റെയും ആഭിമുഖ്യത്തിൽ ഈശോയോടൊപ്പം ഒരു ദിവസം എന്ന പേരിൽ മെയ് 17 ഉപവാസ പ്രാർത്ഥന ദിനമായി ആചരിക്കുന്നു. നാഗമ്പടം സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിൽ നടക്കുന്ന ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് വിവിധ സന്യാസ സമൂഹങ്ങൾ നേതൃത്വം നൽകും. രാവിലെ 6 ലൂർദ് ഫുറന വികാരി റെവറൻഡ് ഡോക്ടർ ഫിലിപ്പ് നൽപുരപ്പറമ്പിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് ഉപവാസ പ്രാർത്ഥനയ്ക്ക് തുടക്കം കുറിക്കും. വൈകുന്നേരം 5 തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ സെബാസ്റ്റ്യൻ പൂവത്തുങ്കൽ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയോടെ ഉപവാസ പ്രാർത്ഥന സമാപിക്കും. മോൺസിഞ്ഞോർ ജോസ് നവസ്, ഫാദർ വിൽസൺ കപ്പാട്ടിൽ, ഫാദർ ജിതിൻ വല്ലർക്കാട്ടിൽ, ഫാദർ എബ്രഹാം തൈപ്പറമ്പിൽ, സിസ്റ്റർ ലിറ്റിൽ ഫ്ലവർ SH, സിസ്റ്റർ ബെനഡിക്റ്റ, സിസ്റ്റർ കുസുമം, KC ജോയ്, ജോണി കുര്യാക്കോസ് ചെറുകര, സെബാസ്റ്റ്യൻ പീറ്റർ എന്നിവർ നേതൃത്വം നൽകും. താമരശ്ശേരി രൂപതയുടെ റൂബി ജൂബിലിക്ക് ഒരുക്കമായുള്ള 3ാമത് രൂപത എപ്പാർക്കൽ അസംബ്ലി മെയ് 20 മുതൽ 22 വരെ പുനൂരാംപാറ ബേഥാനിയ റിന്യൂവൽ സെന്ററിൽ വെച്ച് നടത്തപ്പെടും. ഇത് സംബന്ധിച്ച സർക്കുലർ താമരശ്ശേരി അതിരൂപത മെത്രാൻ മാർ റെമീഷ്യോസ് ഇഞ്ചനാനിയിൽ പുറത്തുവിട്ടു. 3ാമത് എപ്പാർക്കൽ അസംബ്ലിക്കായി എടുത്തിരിക്കുന്ന ആപ്തവാക്യം ഉണർന്ന് പ്രശോഭിക്കുക എന്ന ഏശയ്യ പ്രവാചകന്റെ വാക്കുകളാണ്. ഇരുൾ മൂടിയിരിക്കുന്ന ലോകത്ത് ഉണർന്ന് പ്രശോഭിക്കുന്ന ജെറൂസലേമിനെ പ്രവാചകൻ ഇവിടെ അർത്ഥമാക്കുന്നുവെന്ന് പ്രസ്താവനയിൽ ബിഷപ്പ് വ്യക്തമാക്കി. അസംബ്ലിയുടെ വിജയത്തിനായി പ്രാർത്ഥന ചൊല്ലുവാനും ബിഷപ്പ് ആഹ്വാനം നൽകി. ആലപ്പുഴ രൂപതയുടെ മതബോധന കേന്ദ്രമായ സുവിശേഷ ഭവൻ 48ാമത് വാർഷികം ആചരിച്ചു. രൂപതയിലെ മുഴുവൻ ഇടവകകളിലും കഴിഞ്ഞ അധ്യയന വർഷത്തിൽ നടത്തിയ പ്രവൃത്തി കേന്ദ്രീകൃത വിശ്വാസ പരിശീലനത്തെ വിലയിരുത്തി മികവിന്റെയും മെച്ചപ്പെട്ട പങ്കാളിത്തത്തിന്റെയും അടിസ്ഥാനത്തിൽ മാതൃകാപരമായി അധ്യയന വർഷം പൂർത്തിയാക്കിയ സെന്ററുകൾക്ക് പാരിതോഷികങ്ങൾ നൽകുകയും കുട്ടികൾക്ക് എക്സലൻസ് അവാർഡുകൾ വിതരണം ചെയ്യുകയും ചെയ്തു. വിദ്യാലയത്തെ ഹരിതാപമാക്കി മാറ്റിയതിന് KCBC വിദ്യാഭ്യാസ കമ്മീഷൻ, കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് സംസ്ഥാന സമിതി ഏർപ്പെടുത്തിയ 2023-24 വർഷത്തെ ഗ്രീൻ പ്രോട്ടോകോൾ എക്സലൻസ് അവാർഡ് കാട്ടാനം പോപ്പ് ഹൈസ്കൂൾ ഏറ്റുവാങ്ങി. എറണാകുളം പറവൂരിൽ നടന്ന ഗിൽഡ് സംസ്ഥാന സമ്മേളനത്തിൽ KCBC വിദ്യാഭ്യാസ കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ ജോഷുവ മാർ ഇഗ്നാത്യോസിൽ നിന്ന് സ്കൂൾ പ്രിൻസിപ്പൽ CT വർഗീസ് അവാർഡ് ഏറ്റുവാങ്ങി. മാവേലിക്കര രൂപത ടീച്ചേഴ്സ് ഗിൽഡ് പ്രസിഡന്റ് KG സാബു, സെക്രട്ടറി സാൻ ബേബി, നീതു യോഹനാൻ, കോട്ടപ്പുറം രൂപത ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ, വികാരി ജനറൽ മോൺസിഞ്ഞോർ റോക്കി റോബി കളത്തിൽ, സംസ്ഥാന ഡയറക്ടർ ഫാദർ ആന്റണി അറയ്ക്കൽ,
പ്രസിഡന്റ് ബിജു ഓളാട്ടുപുറം, ട്രഷറർ മാത്യു ജോസഫ്, ഫാദർ ഷിജു കല്ലറിക്കൽ എന്നിവരും പങ്കെടുത്തു. KCYM കണ്ടച്ചിറ യൂണിറ്റിന്റെയും കൊട്ടിയം ഹോളിക്രോസ് ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. കണ്ടച്ചിറ സെയിന്റ് ആന്റണീസ് UP സ്കൂളിൽ വെച്ച് സാന്ത്വനം എന്ന പേരിൽ സംഘടിപ്പിക്കപ്പെട്ട മെഡിക്കൽ ക്യാമ്പ് കണ്ടച്ചിറ ഇടവക വികാരി ഫാദർ ജോൺ പോൾ OFM കപ്പൂച്ചിൻ ഉദ്ഘാടനം ചെയ്തു. KCYM കണ്ടച്ചിറ യൂണിറ്റ് പ്രസിഡന്റ് അനൂപ് ബിജു അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന സമ്മേളനത്തിൽ ഹോളിക്രോസ് ഹോസ്പിറ്റൽ PRO രാജീവ്, ചീഫ് നഴ്സിംഗ് സൂപ്രണ്ട് സിസ്റ്റർ റോസ്മേ, KCYM കൊല്ലം രൂപത മുൻ ജനറൽ സെക്രട്ടറി നിതിൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വ്യത്യസ്ത വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ക്യാമ്പ് ആരംഭിച്ചു. ക്യാമ്പിനോടനുബന്ധിച്ച് സൗജന്യ മരുന്ന് വിതരണവും മെഡിക്കൽ ലാബ് പരിശോധനകളും ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് 1 മണിക്ക് ക്യാമ്പ് അവസാനിച്ചു. അന്താരാഷ്ട്ര കുടുംബ ദിനത്തോടനുബന്ധിച്ച് കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബ ദിനാചരണവും സേവ് എ ഫാമിലി പ്ലാനുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന കുടുംബ ശാക്തീകരണ പദ്ധതി ഗുണഭോക്താക്കളുടെ സംഗമവും സംഘടിപ്പിച്ചു. തെള്ളകം ചൈതന്യയിൽ നടന്ന ദിനാചരണത്തിന്റെ ഉദ്ഘാടനം ഏറ്റുമാനൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ലൗലി ജോർജ് നിർവഹിച്ചു. കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ റോസമ്മ സോണി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ദിനാചരണത്തോടനുബന്ധിച്ച് നടന്ന സെമിനാറിന് ഡോക്ടർ റോസമ്മ സോണി നേതൃത്വം നൽകി. പദ്ധതി അവലോകനവും തുടർ പദ്ധതികളുടെ ആസൂത്രണവും നടത്തി. അടിസ്ഥാന സൗകര്യ വികസനം, വിദ്യാഭ്യാസം, ആരോഗ്യം, ഭക്ഷ്യസുരക്ഷ, സ്വയം തൊഴിൽ സംരംഭകത്വം, തൊഴിൽ നൈപുണ്യ വികസനം തുടങ്ങിയ വിവിധ മേഖലകൾക്ക് പ്രാധാന്യം നൽകിയാണ് കുടുംബ ശാക്തീകരണ പദ്ധതി KSSS നടപ്പിലാക്കി വരുന്നത്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭ പൂനെ കട്കി ഭദ്രാസനത്തിന്റെ വികാരി ജനറലായി വെരി റെവറൻഡ് ഡോക്ടർ ഷാജി മാത്യൂസ് വാഴയിൽ ചുമതല ഏറ്റെടുത്തു. മോൺസിഞ്ഞർ ഷാജി മാത്യൂസ് വാഴയിൽ മുൻപ് ഖത്തറിലെ ദോഹ സെന്റ് മേരീസ് സീറോ മലങ്കര കത്തോലിക്ക പള്ളിയിലെ ഇടവക വികാരിയായിരുന്നു. കൂടാതെ തിരുവല്ലയിലെ പുഷ്പഗിരി മെഡിക്കൽ സൊസൈറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ലോക സുവിശേഷവൽക്കരണ രംഗത്ത് പരിശുദ്ധാത്മ ബലത്താൽ ആഗോള ക്രൈസ്തവ സഭയ്ക്ക് പ്രചാരവും പ്രതിരോധവുമേകി ചുരുങ്ങിയ കാലം കൊണ്ട് മാധ്യമരംഗത്ത് ശ്രദ്ധേയമായ ഷിക്കന മിനിസ്ട്രി യൂറോപ്പിൽ ശുശ്രൂഷക ധ്യാനം നടത്തുന്നു. പ്രശസ്ത വചന പ്രഘോഷകൻ ബ്രദർ സന്തോഷ് കരിമത്ര നയിക്കുന്ന ഷെക്കന മിനിസ്ട്രി ശുശ്രൂഷകളോട് ചേർന്ന് പ്രവർത്തിക്കുന്നവരോടൊപ്പം ഇതിനായി താല്പര്യമുള്ളവർക്കും പങ്കെടുക്കാം. ബ്രദർ സന്തോഷ് കരിമത്ര നയിക്കുന്ന ധ്യാനം ജൂൺ 14 മുതൽ 16 വരെ വെസ്റ്റ് മിഡ്ലാൻഡിലെ കിഡർ മിനിസ്റ്ററിലാണ് നടക്കുക. കേരളത്തിലെ മാർത്തോമ നസ്രാണി സമൂഹത്തിന്റെ അതിപുരാതനമായ പള്ളികളിൽ ഒന്നായ മുട്ടുച്ചിറ റുഹാദകുദേശ ഫൊറോന പള്ളിയിലെ ഏറ്റവും പുരാതനമായ സെബസ്ത്യാനോ സഹദായുടെ ചുവർ ചിത്രം ശ്രദ്ധേയമാകുന്നു. പള്ളിയുടെ മധുബഹയിലായി ഇലച്ചായം കൊണ്ടും പഴച്ചാറുകൾ കൊണ്ടും വരച്ച സഹദായുടെ പുരാതനമായ ചുവർ ചിത്രമാണ് ശ്രദ്ധ നേടുന്നത്. പല ചരിത്രകാരന്മാരും പഠനങ്ങൾ നടത്തുന്നതിനായി ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. ക്രൈസ്തവ സഭയ്ക്ക് വലിയ മുതൽക്കൂട്ടാണ് ഈ ചിത്രമെന്ന് പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് വ്യക്തമാക്കി. പുനരുദ്ധാരണം പൂർത്തിയായ വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെ ചെറിയ പള്ളിയുടെ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു പിതാവ്. വിസിറ്റേഷൻ സന്യാസിനി സമൂഹാംഗങ്ങളായ സിസ്റ്റർ ട്വിങ്കിൾ പ്രഥമ വ്രത വാഗ്ദാനവും സിസ്റ്റർ ഗ്രേസിലൈറ്റ്, സിസ്റ്റർ ആഗ്നൽ, സിസ്റ്റർ ഇവാഞ്ചലിൻ എന്നിവർ നിത്യവ്രത വാഗ്ദാനവും നടത്തി. കണ്ണൂർ ശ്രീപുരം സെന്റ് മേരീസ് ദേവാലയത്തിൽ നടത്തപ്പെട്ട ചടങ്ങിൽ കോട്ടയം അതിരൂപത സഹായ മെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരിയിൽ കാർമ്മകത്വം വഹിച്ചു. ഫാദർ സാർഗൻ കാലായിൽ, ഫാദർ ജോണി മാവേലിൻ എന്നിവർ സഹകാർമ്മികരായിരുന്നു. ഫാദർ ജിബിൽ കുഴിവേലിൽ വചന സന്ദേശം നൽകി. കരുവഞ്ചാൽ സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റലിൽ നഴ്സുമാരെ ആദരിച്ചു. ആലക്കോട് ഫൊറോന വികാരി ഫാദർ ആന്റണി പുനൂർ ഉദ്ഘാടനം ചെയ്തു. കൈകളിൽ വിളക്കേന്തി നടത്തിയ റാലിയോടൊപ്പം പീഡിയാട്രീഷ്യൻ ഡോക്ടർ ഷബീല സരണം നഴ്സിംഗ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ സാബു പുതുശ്ശേരി, അഡ്മിനിസ്ട്രേറ്റർ ഫാദർ അനീഷ് മണവത്ത് എന്നിവർ പ്രസംഗിച്ചു. നഴ്സ് ഡേയോടനുബന്ധിച്ച് നടത്തിയ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും നൽകി. മാതൃദിനത്തിന്റെ ഭാഗമായി KCWA, ലീജിയൻ ഓഫ് മേരി എന്ന സംഘടനകളുടെ നേതൃത്വത്തിൽ മാറിയെടുത്ത് അമ്മയറിയാൻ പരിപാടി നടത്തി. അമ്മമാർക്ക് വേണ്ടി അമ്മയറിയാൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി കിടങ്ങൂർ ലിറ്റിൽ ലൂർദ് ആശുപത്രിയിലെ ഡോക്ടർ സിസ്റ്റർ സിൽമ SVM ക്ലാസ് എടുത്തു. KCWA യൂണിറ്റ് ഭാരവാഹികളായ ജോസഫൻ ബിനു കീച്ചേരിൽ, മേഴ്സി ടോജൻ ഭഗവതി കുന്നേൽ, സുനി മാത്യു രാമച്ചനാട്ട്, ജെലിന ജോയ് പടക്കമിയാലിൽ, സുജ മാത്യു കീച്ചേരിൽ, ലൂസി ജോർജ് ഈഴപ്പേരൂർ എന്നിവർ നേതൃത്വം നൽകി. കേരള സഭാ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.